അപ്പൊ കാര്യങ്ങൾ അറിഞ്ഞല്ലോ. എന്നെ കൊണ്ട് ആ ക്രൂരത ചെയ്യിപ്പിച്ചത് തോട്ടപ്പള്ളിക്കാരാണെങ്കിലും ഇപ്പൊ തിരുത്തിപ്പിച്ചത് എന്റെ ശിഷ്യനാ മേയാവി. മേയാവി. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ഇവനോടും. ഇന്ദു നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധനാണ്. ഈരായിട്ട് സംസാരത്തിൽ ഭയങ്കര വ്യാകരണമുണ്ട്. അതെന്റെ ശിഷ്യനായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് ലഭിച്ചതാ. അവന് മലയാളത്തിലൊക്കെ ഭയങ്കര പിടിപാടല്ലേ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. ആരാടാ നിന്റെ ഈ ശിഷ്യൻ? എനിക്ക് അവനെ ഒന്ന് കാണണം. ഒന്നിങ്ങോട്ട് വരാൻ പറയൂ. അതൊക്കെ സമയമാകുമ്പോ വരും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി. അവൻ കുറച്ച് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അറിയാലോ, ശിവശങ്കരൻ മുതലാളി ജയിലിൽ നിന്നിറങ്ങിയ ഒന്ന് കൊലപ്പെടുത്താൻ കാത്തിരിക്കാ തോട്ടപ്പള്ളിക്കാരി. അത് സംഭവിക്കാതെ നോക്കാമെന്ന് അവൻ വാക്ക് തന്നിട്ടുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ മതി കേട്ടാ. വിശ്വാസക്കുറവൊന്നുമില്ല. അവനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് അവനെ വലിയ വിശ്വാസമാണ്. പക്ഷെ നിന്നെ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നിന്റെ കയ്യിൽ ഞാൻ പണം തരില്ല. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. നിങ്ങളൊക്കെ ഈ എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ പോലും എനിക്ക് പൈസ കൊടുക്കാറില്ല. പിന്നെ വേറെ ആരെങ്കിലും തരുമോ? പണം എന്നെയല്ല, ഈ അമ്മൂനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. ഒരു പയ്യൻ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അവന്റെ ചികിത്സക്കുള്ള പണം എത്രയാണെന്ന് അമ്മൂനറിയാം. അവളെ ഏൽപ്പിച്ചാ മതി. അമ്മൂന് വളരെ വേണ്ടപ്പെട്ട പയ്യനാണ് അവൻ. ഞാൻ അവന്റെ പേര് പറയട്ടെ, രമേശ്. സതീഷ് 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 അങ്ങനെയല്ലേ സനകനോട് പറഞ്ഞത്? ആണോ? എങ്കിൽ സതീഷ്. നേരാന്നോടി ഇവനീ പറയുന്നേ? അതെ. അതേതാടി? ഞങ്ങൾക്കാർക്കും അറിയില്ലാത്ത നിനക്ക് ഇത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യൻ? എന്നോട് അവള് പറഞ്ഞിട്ടുണ്ട്. അത് അവളുടെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ടോ? അതേ അമ്മച്ചി, ഈ ആധുനികവൽക്കരണത്തിൽ കമിതാക്കളെ പൊതുവെ ഫ്രണ്ട് എന്നാ പറയാറ്. നീ അങ്ങോട്ടാടേ തള്ളിക്കറി വരുന്നത്? അങ്ങോട്ട് ഇറങ്ങിക്കടാ. ശരി, പണം ഞാൻ കൊടുക്കാം. നീ പറഞ്ഞ പോലെ എന്റെ മോൻ ശിവശങ്കരന് ഒരു ആപത്തും വരാതെ അവൻ നോക്കുമല്ലോ. അത് 100% ഗ്യാരണ്ടി. ഗ്യാരണ്ടി കൊടുക്കാൻ നീ ആരടാ? റോൾഡ് ഗോൾഡ് നടത്തണ്ട. വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. 100% ഗ്യാരണ്ടി. എന്റെ അരിമ ശിഷ്യം മായാവിയുടെ മായാവലയം ശിവശങ്കരൻ മുലാളുടെ രക്ഷക്കായി എപ്പോഴും ഉണ്ടാവും. അവൻ നിന്റെ ശിഷ്യനാണെന്നല്ലേ പറഞ്ഞ? അപ്പോ ഒരു കാര്യം നിനക്ക് അറിയാൻ പറ്റുമല്ലോ? പറ്റണമല്ലോ. എങ്കി പറ, ഈ മായാവി എന്തിനാ ഇവരെ സഹായിക്കുന്നേ? ഇവരുമായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധമെന്നോ? ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ കഴിഞ്ഞ കൊല്ലം ഉത്സവത്തിനവൻ വന്നിരുന്നു. അന്നു ഇന്ദു ചെയ്ത ഭരതനാട്യം അവന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. അവനറിയാതെ തന്നെ അവളെ ഇഷ്ടപ്പെട്ടു. ഇന്ന് ഇന്ദുന്ന് വെച്ചാ അവന് ജീവനാണ്. ഐ മീൻ വാട്ടക്കിഴങ്ങില്ലാത്ത കോട്ടപ്പുറം ചന്ത പോലെ. അങ്ങനെയാണെങ്കിൽ അവനെന്തിനാ മറഞ്ഞു നിൽക്കുന്നേ? നേരിട്ട് വന്ന് പറഞ്ഞൂടെ? അതാണ് ഈ മ്യായാവിമാരുടെ പ്രത്യേകത. മ്യായാവികൾ ഒരിക്കലും രംഗപ്രവേശം ചെയ്യാറില്ല. കാരണം ഇന്ദുവിന്റെ ഇഷ്ടം അവനെ അറിയിച്ചിട്ടില്ലല്ലോ. ഒന്ന് അറിയിച്ചു നോക്കൂ, അവനെത്തും. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അവിടുന്ന് ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാൽ മതി. മേലാൽ ഓവർടേക്ക് ചെയ്യരുത്.